ആളും ആരോ ഒന്നുമില്ലാതെ തന്നോട് കുറച്ച് ഇപ്പോഴും എന്നെ ഇഷ്ടാണോ? തന്റെ ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഞാനിപ്പോ പറയുന്നില്ല ശ്രീലക്ഷ്മി. തന്നെ ഇഷ്ടമാണെന്ന് പറയാനാണ് എനിക്ക് ബുദ്ധിമുട്ട്. കാരണം അത് എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല. വാക്കുകൾക്ക് അതീതമായി സാറിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇനി വേറൊന്നും എനിക്കറിയണ്ട സാർ. എന്തിനാ ഞാൻ സാറിനെ ഇത്രമാത്രം സ്നേഹിക്കുന്നതെന്ന് സാറ് ചോദിച്ചില്ലേ? അതിന് ഒരു ഉത്തരേ ഉള്ളൂ. ഞാൻ മരിച്ചാലും സാറിന്റെ ഓർമ്മയിൽ ജീവിക്കണം, രാജനന്ദിനിയെ പോലെ. സ്നേഹം അതിന്റെ പരമോന്നതിയിൽ എത്തി നിൽക്കുമ്പോ രണ്ടിലൊരാൾ ഇല്ലാതായാൽ ആ ഒരാൾ പുനർജനിക്കും. സ്നേഹത്തിനും സ്നേഹിച്ച ആൾക്കും വേണ്ടി. നീ എന്തായി പറയുന്ന രേഖ? അതേ മാത്രല്ലോ, ശ്രീലക്ഷ്മിക്ക് ഭ്രാന്തുള്ളത് കൊണ്ടാണല്ലോ ശ്രീലക്ഷ്മി ഇങ്ങനെ ഓരോന്നും. രേഖ, അയ്യോ സത്യമാണ് മധുരല്ലോ. ശ്രീലക്ഷ്മിക്ക് മാനസിക രോഗത്തിന്റെ ലക്ഷണമാണെന്നാണ് എല്ലാവരുടെയും സംശയം. അതുകൊണ്ടാ ബ്രദറിലോ ശ്രീലക്ഷ്മിയും കുട്ടി മെന്റൽ ഹോസ്പിറ്റലിലേക്ക് പോയത്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമാണ് മധുരല്ലോ. സംശയം ഉണ്ടെങ്കിൽ രഘുവിനോട് ചോദിച്ചു നോക്ക്. രഘു പറയ്, കോൺഫറൻസ് ഹാളിൽ മീറ്റിംഗ് സമയത്ത് ശ്രീലക്ഷ്മിയുടെ ബിഹേവിയർ എങ്ങനെയായിരുന്നു മദറിൻലോയും കൂടി അറിയട്ടെ. അതെ അമ്മേ, ചേട്ടത്തിയമ്മ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആണെന്ന് തോന്നുന്നു. ഡിസ്റ്റർബ്ഡോ? ഇത് അതൊന്നും അല്ല, നല്ല ഭ്രാന്തിന്റെ ലക്ഷണം തന്നെയാ. അതുകൊണ്ടാ ശ്രീലക്ഷ്മി ഓരോ സമയത്തും ഓരോ രീതിയിൽ പെരുമാറുന്നത്. ചിലപ്പോ തോന്നും ഇതുപോലൊരു പഞ്ചപാവം വേറെ ഇല്ലാന്ന്. ചിലപ്പോ കാണുമ്പോ തന്നെ പേടിയാവും. അല്ലെങ്കിൽ തന്നെ മദറിലോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പരസ്യമായി കയറാൻ അവകാശമുള്ള ആ റൂമില് രഹസ്യമായിട്ട് കേറുന്നു. എന്നിട്ട് ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് നൃത്ത പരിപാടി. ഇതൊന്നും പോരാത്തോണ്ട് രാത്രി കാറും എടുത്തോണ്ട് കവല മുഴുവൻ കറക്കും. നോർമലായിട്ടുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? എന്നിട്ട് എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തെന്ന് ചോദിച്ചപ്പോ അഷ്ടമിയുടെ അപഹാരമാണെന്ന് ഈ ലോകത്ത് ആരും വിശ്വസിക്കാത്ത ഒരു ന്യായീകരണം. സത്യം പറഞ്ഞാ എനിക്കിപ്പോ നല്ല പേടിയുണ്ട്. കിളി പറന്ന സാധനമാണെന്ന് അറിയാതെ ഞാനും എന്തൊക്കെയോ പറഞ്ഞുപോയി. ഇങ്ങനെയുള്ള
വീട്ടിലുള്ളവർ ഉപദ്രവിച്ചാലേ കേസ് പോലും ഇല്ലെന്നാ സൂസൻ പറഞ്ഞത്. ഉഫ്, ഇനി ഇതും പറഞ്ഞു ഉപദ്രവിക്കില്ലെന്ന് ആര് കണ്ടു? മൂത്ത മരുമകളെന്ന് മദറല്ലോ ഇടയ്ക്കിടയ്ക്ക് പറയുമെങ്കിലേ ഇപ്പോഴാ ശരിക്കും മൂത്തത്. നല്ല മൂത്ത വട്ട്. മതി, നിർത്ത്. എന്തിനാ രേഖ നീ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നത്? ആവശ്യമില്ലാത്തതോ? അവൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ട്. ഒറ്റയ്ക്ക് വല്ലതും കൈ കിട്ടിയാലേ അവളെന്നെ ഓർക്കാൻ പോലും വയ്യ എനിക്ക്. അല്ല അതല്ലോ ഈ വട്ടുള്ളവർക്കേ. നിർത്താൻ ഒരു തവണ ഞാൻ പറഞ്ഞു. ആദ്യം അവരിങ്ങ് വരട്ടെ. അതിനു മുൻപുള്ള എഴുതാപ്പുറം വായന വേണ്ട. രവി, എന്താ എന്താ ഇവിടെ നടക്കുന്നത്? ഞാൻ കേൾക്കുന്നതൊക്കെ ഉള്ളതാണോ? ശ്രീലക്ഷ്മിക്ക് ഈയിടെയായിട്ടുള്ള ചില മാറ്റങ്ങൾ അമ്മയ്ക്ക് അറിയാവുന്നതല്ലേ. അതുകൊണ്ട് ഒരു ഡോക്ടറെ കൊണ്ടൊരു കൺസൾട്ടിങ് അത്രേ ഉള്ളൂ. എന്നിട്ട് ഡോക്ടർ എന്ത് പറഞ്ഞു ബ്രദറല്ലോ? ശ്രീലക്ഷ്മിയുടെ ഈ ഭ്രാന്ത് ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണോ അതോ ചങ്ങലക്കിടണോ? ബ്രദറിലോ എന്നോട് ക്ഷമിക്കണം. ഇനി ഞാനത് മറച്ചു വെച്ചാൽ ശരിയാവില്ല. ശ്രീലക്ഷ്മി ബ്രദറിലോയുടെ സീക്രട്ട് റൂമിൽ കയറുന്ന വീഡിയോ ഞാൻ നിങ്ങളെല്ലാവരെയും കാണിച്ചില്ലേ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ രേഖ? ഇതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നത്? കഴിഞ്ഞിട്ടില്ല രഘു. ഞാൻ എടുത്ത വീഡിയോ അല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ബിഹൈൻഡ് ദ സീൻ നിങ്ങൾക്കറിയില്ലല്ലോ. ശ്രീലക്ഷ്മി മുറി കയറി പോയതിനു ശേഷം തിരികെ വരാൻ ഞാനവിടെ കാത്തുനിന്നു. ഇറങ്ങി വരുമ്പോ ഒന്ന് വോൺ ചെയ്യണോന്നേ ഞാൻ കരുതിയുള്ളൂ. പക്ഷെ നടന്നതെന്താന്നറിയോ? ആ പേടി അപ്പോഴേലും വിട്ടില്ലായിരുന്നെങ്കിലേ രഘുവിനും ഈ വീട്ടിലൊരു സീക്രട്ട് റൂം ഉണ്ടായേനെ. അങ്ങനെയാ എന്റെ ഫോൺ റിപ്പയർ ആയത്. അല്ലെങ്കിൽ ശ്രീലക്ഷ്മി പറയട്ടെ ഇങ്ങനെയൊന്നും നടന്നിട്ടില്ലാന്ന്. നാണക്കേട് കൊണ്ട് ഞാൻ ഇതുവരെ ആരോടൊന്നും പറയാത്തത്. രേഖ, ഇനി അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ശ്രീലക്ഷ്മി കാരണം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവൾക്ക് പകരം ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്താ മദറല്ലോ ഇത്? മദറല്ലോ മാപ്പൊന്നും പറയണ്ട. മാപ്പ് ചോദിക്കേണ്ടത് ഞാൻ ശ്രീലക്ഷ്മിയോടാ. ശ്രീലക്ഷ്മി, നീ എപ്പോഴും ഈ വീട്ടുജോലികൾ ചെയ്ത് നടക്കുന്നത് കണ്ടപ്പോ നന്ദനത്തിലെ ബാലാമണി എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല ഈ നന്ദനത്തിലെ ബാലാമണിയല്ല കിലുക്കത്തിലെ രേവതിയായിരുന്നു. എന്നോട് മനസ്സിലൊന്നും വെക്കരുത് കേട്ടോ. എല്ലാത്തിനും മാപ്പ്. അനിത്യക്കുട്ടി, ഈ ജീവിതത്തിൽ വില കൊടുത്തു വാങ്ങാൻ പറ്റാത്തതും മറ്റൊന്നിനും പകരം വെക്കാൻ കഴിയാത്തതുമായ ഒന്നേ ഉള്ളൂ: കുടുംബം. കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം. അങ്ങനെയുള്ള കുടുംബത്തിൽ എന്തെങ്കിലും ഇമ്പമില്ലായ്മ ഉണ്ടായാൽ അതിനെ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ ഇപ്പോ നിങ്ങളൊക്കെ പേടിക്കുന്ന പോലെ ഒരു അസുഖക്കാരിയല്ല ശ്രീലക്ഷ്മി. അപ്പൊ ഞാൻ നേരിട്ട് കണ്ടതൊക്കെയോ ബ്രദറല്ലോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. രാജനന്ദിനി എന്നത് ശ്രീലക്ഷ്മിക്ക് പരിചയമില്ലാത്തൊരു വ്യക്തിയാണ്. രാജനന്ദിനിയോടുള്ള അമിതമായ സ്നേഹം, അതിൽ നിന്നുണ്ടായ ആഗ്രഹം അവളെപ്പോലെ ആകാൻ. അതായത് രാജനന്ദിനി എങ്ങനെയിരിക്കുന്നു, എന്തൊക്കെയാണ് രാജനന്ദിനിയുടെ സ്വഭാവങ്ങൾ, അതൊക്കെ അതുപോലെ കോപ്പി ചെയ്യാൻ ശ്രീലക്ഷ്മി ശ്രമിക്കുന്നു. ചില സമയങ്ങളിൽ ആ ആഗ്രഹം അമിതമാകുമ്പോഴാണ് ശ്രീലക്ഷ്മി ഓരോന്നൊക്കെ കാണിക്കുന്നത്. ആ സമയത്ത് താൻ ജീവിക്കുന്ന ചുറ്റുപാടുകളെയോ ബന്ധങ്ങളെയോ ശ്രീലക്ഷ്മി ഓർക്കുന്നുണ്ടാവില്ല. ഇതല്ലേ ചുരുക്കി ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഇവക്ക് വട്ടാണെന്ന്. സ്നേഹവും നല്ല കെയറിങ്ങും കൊടുത്ത ശ്രീലക്ഷ്മി ഓക്കെയാവും.
മോളെ ശ്രീലക്ഷ്മി, മോളുടെ മനസ്സിലെ വിഷമങ്ങളും ആശങ്കകളും അമ്മയ്ക്ക് മോളുടെ ഈ മുഖത്തു നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അമ്മയ്ക്ക് മോളോട് പറയാൻ ഒന്നേ ഉള്ളൂ. രവി ഒരു തീരുമാനമെടുത്താൽ അത് മോളുടെ നല്ലതിനായിരിക്കും. അത് അമ്മയ്ക്ക് ഉറപ്പാണ്. ആ ഉറപ്പ് മോൾക്കും വിശ്വസിക്കാം. മോൾക്കൊരസുഖവും ഇല്ല. രവി പറഞ്ഞ പോലെ ഓരോന്ന് ആലോചിക്കുന്നതിൻ്റെതാവും. ഇതിന്റെ പേരിൽ മോൾക്ക് ഇവിടെ ആരും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഇനി കുറച്ചു ദിവസം മോൾ ഓഫീസിലൊന്നും പോകണ്ട, ഇവിടെ ഇരിക്കാം. അപ്പോ എല്ലാം താനേ ശരിയായിക്കൊള്ളും. എവിടെ ഇരിക്കാൻ? മദറിൻലോ എന്തായി പറഞ്ഞു വരുന്നേ? ബ്രദറിൻലോയ്ക്കും മദറിൻലോയ്ക്കും എല്ലാവർക്കും ഇഷ്ടമായാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ശ്രീലക്ഷ്മിക്ക് ഇപ്പൊ ആവശ്യം കൃത്യമായൊരു ട്രീറ്റ്മെന്റാ. അത് കഴിയുന്നത് വരെ ഇനിയും ശ്രീലക്ഷ്മി പഴയ പോലെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു വരും. അതുകൊണ്ട് ട്രീറ്റ്മെന്റ് കഴിയുന്നത് വരെ ഈ വീട്ടിൽ നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിനേക്കാൾ പേടിയാ ഉള്ളത്. ഞാനും എന്റെ ഭർത്താവും എന്തുറപ്പില്ല ഇവിടെ താമസിക്കേണ്ടത്? നേരത്തെ ഞാൻ പറഞ്ഞ അനുഭവം ഇനിയും ഉണ്ടായിക്കൂടുന്നില്ലല്ലോ. രേഖ, ഇപ്പൊ ശരിക്കും നിനക്കാ ട്രീറ്റ്മെന്റ് വേണ്ടത്. ഇവിടെ ഏട്ടത്തിയമ്മയല്ല, നീയെ ഓരോന്ന് കാണിക്കുന്നതും പ്രവർത്തിക്കുന്നു. ഇനിയും അത്തരം സാഹചര്യം ഉണ്ടാവില്ല. പറ്റോ? ബ്രദറിൻലോയ്ക്ക് പറ്റോ? ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന മദറിൻലോയ്ക്ക് പറ്റോ? എന്തിന് ശ്രീലക്ഷ്മിക്ക് പറ്റോ? ആർക്കും ഒരുറപ്പുമില്ല. അങ്ങനെ ഉറപ്പ് തന്നാ തന്നെ എനിക്കൊട്ട് വിശ്വാസവും ഇല്ല. ബ്രദറിൻലോ പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ രാജനന്ദിനിയായി അഭിനയിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾക്കാർക്കുവേ ദേഹോപദ്രവമൊന്നും ഏൽക്കില്ല. കാരണം അമ്മയും അനിയനും ഭർത്താവും ഒക്കെ ആണല്ലോ. ഞാൻ പുറത്തുള്ളവളല്ലേ. അപ്പൊ ഏറ്റവും പേടിക്കേണ്ടത് ഞാൻ തന്നെയാണ്. രേഖ, നിനക്കിവിടെ കഴിയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക. ശ്രീലക്ഷ്മി എങ്ങോട്ടും ആരും പറഞ്ഞുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ, ഇതിനെ ചൊല്ലി ഈ വീട്ടിലൊരു വഴക്ക് വേണ്ട. ഇന്നൊരു രാത്രി കൂടി ഇവിടെ നിൽക്കാനുള്ള അനുവാദം രേഖമാട് എനിക്ക് തരണം. നാളെ നേരം വെളുക്കുമ്പോ ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. അതുവരെ ആർക്കും ഞാൻ കാരണം ഒരു ഉപദ്രവം ഉണ്ടാവില്ല. എന്റെ ഉറപ്പാ. രഘു പറഞ്ഞതുപോലെ ഈ വീട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ അത് നിനക്കാ. ശ്രീലക്ഷ്മിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് ചികിത്സിച്ചോ ഏത് വിധേനയും മാറ്റാം. നിന്റെ അസുഖത്തിന് ചികിത്സയോ മരുന്നോ ഇല്ല. പണ്ടേ നിന്നെ നിർത്തേണ്ടടുത്ത് നിർത്തിയില്ല എന്റെ ഇളയ മോൻ. അതിനവന് കഴിഞ്ഞില്ല. ഇനി ഇവിടെ നിന്ന് പ്രസംഗിച്ചാലുണ്ടല്ലോ, അവന് പറ്റാത്തത് എനിക്ക് പറ്റും. അടിച്ച് കാരണം ഞാൻ പുകയ്ക്കും. മോനെ, നീ മുകളിലേക്ക് ചെല്ല്. ശ്രീലക്ഷ്മി എന്തെങ്കിലും അബദ്ധമായി തീരുമാനിക്കുന്നതിന് മുൻപ് നീ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്ക. അവള് നല്ല മനസ്സ് വിഷമിച്ചാ പോയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അവൾ എവിടെ പോകാനാ? സുദർശനും സരോജവും എവിടെയാണെന്ന് ഇപ്പോഴും നമുക്കറിയില്ലല്ലോ. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും എവിടെയാ താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞമ്മ. ഇൻഫാക്ട് ശ്രീലക്ഷ്മി അങ്ങോട്ട് പോയ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾ അവരെ കാണുകയും ചെയ്തു. അപ്പോ ശ്രീലക്ഷ്മിയുടെ ഈ അവസ്ഥ അവരറിഞ്ഞോ? ഇല്ല മേ, അവരോട് പറഞ്ഞില്ല. നന്നായി. ഒരിക്കലും അവരറിയാൻ പാടില്ല ഇതൊന്നും. സരോജത്തിനും സുദർശനും ഈ ലോകത്താകെയുള്ളതും ഏറ്റവും പ്രിയപ്പെട്ടതും ശ്രീലക്ഷ്മിയാ. വിവാഹത്തിന് ശേഷമാ ശ്രീലക്ഷ്മിക്ക് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ അവരറിയാതെ പരിഹരിക്കേണ്ടത് നമ്മുടെ കടമയാ. ശ്രീലക്ഷ്മി പോകാൻ പോകുന്നത് അവിടേക്കാണെന്നുള്ളത് തീർച്ചയാ.
അവൾ എവിടേക്കും പോകണ്ടെന്നാ അമ്മയുടെ തീരുമാനവും ഇഷ്ടവും. പക്ഷേ അവൾ പോകാൻ തീരുമാനിച്ചാൽ ശ്രീലക്ഷ്മി അതൊക്കെ അവരോട് പറഞ്ഞാൽ ഈ വീട്ടിൽ ശ്രീലക്ഷ്മി സുരക്ഷിതയല്ലെന്ന് അവർക്ക് തോന്നില്ലേ? അമ്മ വിഷമിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാം. അമ്മ അതോർത്ത് വിഷമിക്കണ്ട. അമ്മ പേടിക്കുന്ന പോലെ ഒന്നും സംഭവിക്കില്ല. മോളെ, ശ്രീലക്ഷ്മി പ്രായത്തിൽ നിന്നേക്കാളും ഇളയതാണ്. ബന്ധം കൊണ്ടാണ് ചേട്ടത്തിയാവുന്നത്. എന്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിലും നിനക്ക് അവളോട് ക്ഷമിക്കാവുന്നതേ ഉള്ളൂ. ഞാനീ പറയുന്നത് ശ്രീലക്ഷ്മിയോട് എനിക്കുള്ള സ്നേഹക്കൂടുതലായി നീ തെറ്റിദ്ധരിക്കരുത്. അമ്മായിയമ്മയായിട്ടല്ല, അമ്മയായിട്ടാ ഞാൻ പറയുന്നത്. ആക്ഷേപിച്ചും കുറ്റങ്ങൾ കണ്ടുപിടിച്ചും നീ അവളെ ഇനിയും വിഷമിപ്പിക്കരുത്. ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നഷ്ടപ്പെടുന്നത് രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ജീവിതം മാത്രമല്ല, നീ ഉൾപ്പെടുന്ന ഈ കുടുംബത്തിന്റെ സൽപ്പേര് കൂടിയാ. അമ്മ ഈ പറഞ്ഞത് അതേ അളവിൽ മോള് കേൾക്കുമെന്നും അതേപോലെ അനുസരിക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ശ്രീലക്ഷ്മി ഔട്ട്. ഇനി മൂത്ത മരുമകളുടെ ഭരണമില്ല ഇവിടെ. ഇളയ മരുമകളുടെ ഇഷ്ടങ്ങളേ ഉള്ളൂ. ഇനി അവള് നാളെ ഈ പടിയിറങ്ങി പോകുന്നതും കൂടി എനിക്ക് കാണണം. ഒരു രാത്രി, ഒരേ ഒരു രാത്രിക്കപ്പുറം എല്ലാം അവസാനിക്കാൻ പോകുന്നു. എന്താ ശ്രീരച്ച ഒരാലോചന? എന്താ നിങ്ങളുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഇന്ന് സന്തോഷിക്കല്ലേ വേണ്ടത്? എന്തിനെന്നോ? ദേ മനുഷ്യ, എത്ര നാള് കൂടിയാ നമ്മള് മോളെ കണ്ടത്. നിങ്ങളുടെ മുഖത്ത് അതിന്റെ ഒരു സന്തോഷമില്ലാത്ത എന്താ? പിന്നെ സന്തോഷിക്കാൻ പറ്റിയ സ്ഥലത്ത് വെച്ചാണല്ലോ നമ്മൾ മോളെ കണ്ടത്. വരും വരായികളെ കുറിച്ച് ചിന്തിക്കാത്തവർക്കും എന്താണ് ചുറ്റിലും നടക്കുന്നതെന്ന് തിരിച്ചറിയാത്തവർക്കും വെറുതെ എങ്ങനെ സന്തോഷിച്ചുകൊണ്ടിരിക്കുക? ഞാനങ്ങനെയല്ല. അതിനിപ്പോ എന്തുണ്ടായിന്നാ നിങ്ങൾ ഈ പറയുന്നത്? എന്തുണ്ടായിരുന്നു? കാരണമില്ലാതെ ഒരു കാര്യത്തിനും ഞാൻ ഒരുപാട് ചിന്തിക്കാറില്ലെന്ന് നിനക്കറിയാമല്ലോ. ആണോ? എങ്കി പറഞ്ഞേ, ഇപ്പൊ എന്താ നിങ്ങളുടെ പ്രശ്നം? മോളെ കണ്ടതിന്റെ സന്തോഷത്തിലാണ് നീ എന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷേ നീ കാര്യമായി എടുക്കാത്ത, ശ്രദ്ധിക്കാത്ത ഒരു പ്രശ്നമുണ്ട് സരോജം. എന്തൊക്കെയാ അച്ഛൻ നിങ്ങൾ ഈ പറയുന്നത്? വെറുതെ എന്നെ കൂടെ പേടിപ്പിക്കാതെ കാര്യം എന്താന്ന് വെച്ചാ പറയ്. രവിസാറും ശ്രീലക്ഷ്മിയും എന്തോ നമ്മളോട് മറയ്ക്കാൻ ശ്രമിച്ചു സരോജം. മോളുടെ കണ്ണിൽ എനിക്കത് കാണാമായിരുന്നു. അവര് രണ്ടാളും ആ ഡോക്ടറും പറഞ്ഞ നുണയായിരിക്കുമെന്നാണ് എന്റെ സംശയം. ദേ മനുഷ്യ, വെറുതെ നിങ്ങൾ എഴുതപ്പുറം വായിക്കണ്ട. എന്റെ കരുക്കുത്തിയമ്മേ, അച്ഛൻ പറയുന്ന പോലെയാണെങ്കിൽ എന്റെ മോള് അങ്ങനെ വല്ല സംശയം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ മോളെ മാറ്റി നിർത്തി ചോദിക്കാറുന്നില്ലേ? അതെങ്ങനെ സരോജം? അങ്ങനെ ഞാൻ ചോദിച്ചാൽ അത് രവിസാറിനെ അപമാനിക്കുന്നതിന് തുല്യാവില്ലേ? അഷ്ടമി ദിവസം മോൾക്കുണ്ടായ പ്രശ്നങ്ങൾ സാറ് തെറ്റിദ്ധരിച്ചായിരിക്കോ സാറ് മോളെ കൊണ്ട് ആശുപത്രിയിൽ വന്നതെന്നാണ് ഞാൻ ഭയക്കുന്നത്. പക്ഷെ രവി സാറ്, ശ്രീലക്ഷ്മി നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കാൻ ശ്രമിച്ചാലും രവി സാർ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എനിക്ക് വിശ്വാസമുണ്ട്. രവിസാറിനെ എനിക്ക് വിശ്വാസമാണ് സരോജൻ. പക്ഷേ ജീവിതം നമ്മുടെ മകളുടെയാണ്. തെറ്റിദ്ധാരണയുടെ പേരിലാണെങ്കിൽ പോലും
നമ്മുടെ മകൾ ഒരിക്കലും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ചെന്നപ്പെടാൻ പാടില്ല. മോളെ കണ്ട സന്തോഷത്തിൽ ഞാൻ സ്വയം മറന്നുപോയ അച്ഛാ. അച്ഛൻ ചിന്തിച്ചതുപോലെ കൂടുതൽ കടന്ന് ഞാൻ ചിന്തിച്ചതുമില്ല.